അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന പുതിയ ഗെയിമാണ് ടോം റൈഡർ എന്ന് പറയുന്ന ഗെയിം. ചില ആൾക്കാർ കളിക്കണുണ്ടാവും, ഇവിടെ തന്നെ ഞാനും ഒന്ന് കളിച്ചു നോക്കണം. നല്ല ഗെയിമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്, അപ്പോൾ അതാണ് കളിച്ചു നോക്കണേ. A famous explorer once said that the extraordinary is in what we do, not who we are. I'd finally set out to make my mark, to find adventure. But instead, adventure found me. In our darkest moments, when life flashes before us, we find something that keeps us going. Something that pushes us. ഗൈസ്, ഇപ്പോൾ ഇവള് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവക്ക് പുറത്തൊക്കെ പോയി അഡ്വഞ്ചറാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സംഭവം വേറൊന്നുമില്ല, ആ കിഴപ്പങ്ങ് മാറ്റാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നപ്പോൾ ഇവളതിൽ പെട്ട്, നിങ്ങൾ കണ്ടില്ല, അതിൽ പെട്ട് വെള്ളത്തിൽ ചാടി. പിന്നെ ഇപ്പോൾ അവരെ വിളിച്ചിട്ട് കേൾക്കാറുന്നതിൻ്റെ കാരണം നല്ല കൊടുങ്കാറ്റിൻ്റെ മഴയും ഇതൊക്കെ ഇല്ലേ, ഒച്ച കണ്ട് കേട്ടില്ല. അപ്പം അത് കാരണമാണ് സംഭവം പറ്റിയത്. ഇപ്പം ആരെ നമ്മൾ വലിച്ചു വെച്ചിട്ട് നമുക്കറിയില്ല കേട്ടാ. ഇവിടുത്തെ കാട്ടുവാസികളായിരിക്കും തോന്നുന്നു, എനിക്ക് തോന്നണം അങ്ങനെ കേട്ടാ. ഞാനിത് കളിച്ചിട്ടൊന്നുമില്ല ഗെയിം. സംഭവം ഭയങ്കര ഇതാട്ടാ. എല്ലാവരും പറഞ്ഞ നല്ല രസമുള്ള ഗെയിമാണെന്ന് പറഞ്ഞു. ഞാൻ അതാ ട്രൈ ചെയ്ത്. എങ്ങനെ നിലത്തിറങ്ങും? എനിക്ക് തോന്നുന്നു എനിക്ക് ആടാൻ പറ്റണം കേട്ടോ. എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അതിൽ തീ പിടിച്ച്. അതുകൊണ്ടാ ഇതിലൊക്കെ തീ പിടിച്ചില്ല. അവിടെ എനിക്ക് തോന്നണേ നമ്മുടെ ഇതിൽ തീ ആക്കിയിട്ട് നമുക്ക് നിലത്തിറങ്ങാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണ്. എടാ ചത്ത് എടാ പൊളിഞ്ഞടാ. അവിടെ കുത്തിക്കീറടാ. ഇത് പൂരി എടുക്കണമല്ലേ? നല്ല വേദനയായിട്ടാ അതൊക്കെ കുത്തിക്കയറിയാ. എൻ്റെ കുത്തി കയറിട്ടില്ല, എന്നാലും ഞാനൊരു ഇതിൽ പറഞ്ഞതാ. ചുമ്മാ വീഴണേ. നല്ല വേദന ഉണ്ടാവില്ല, ബ്ലഡൊക്കെ പോയി കാണും, അത് പറഞ്ഞിരിക്കും. തീറാ ഒരാളെ തൂക്കിയിട്ടാണ് അവിടെ. എനിക്ക് തോന്നണേ ഇവിടെ എന്തൊക്കെ റിച്വൽസ് ഒക്കെ നടക്കാറുണ്ടെന്ന് എനിക്ക് തോന്നണേ.
ഈ റിച്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മന്ത്രവാദമൊക്കെ പോലെ തന്നെ അങ്ങനെ നടക്കാറുണ്ട് തോന്നുന്നുട്ടാ. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നണേ. ടോർച്ചാ എടുക്കുന്ന എടാ ഇവിടെ തീ പിടിപ്പിച്ച എന്താ എന്താ കാര്യം എന്താ? ആ എടാ എന്ത് നമ്മുടെ എത്തല്ല വീഴണേ? എടാ സംഭവം മനസ്സിലായി. നമ്മളൊരു കേവി പെട്ട് ഇപ്പം എങ്ങനെ ഈ ഐലൻഡിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും നമ്മൾ ആലോചിച്ചായി. ടോർച്ചും പോയാ അതവിടെ കത്തിക്കാനുള്ള സ്ഥലമുണ്ട്. കത്തിച്ച നമ്മളെങ്ങനെ പുറത്തിറങ്ങുമെന്ന് ഞാൻ ആലോചിക്കണേ. ഇപ്പം നമ്മൾ കൊണ്ടുപോകണ വഴിയുടെ പോവാ. ദൈവം അവളെ പൊട്ടിത്തെറിക്കുന്ന സാധനം ഉണ്ടടാ. ഈ വെള്ളിപ്പെണ്ണ എന്താ കാട്ടണേ? ഇപ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അത് ഉറപ്പാത് പൊട്ടിത്തെറിക്കും. തെറിച്ച് എടാ ഇവക്ക് വല്ല കുഴപ്പമുണ്ടോ? തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ മോക്ക്? ആ ഉണ്ടെന്ന് തോന്നുന്നു. അത് കാരണം ഇഞ്ചാതി കഴപ്പൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇത് എല്ലാം കൂടി പിടിഞ്ഞു പിടിഞ്ഞ് മേത്തോട്ട് വീഴും. ആരത് ആരത്? എടാ പോടാ. ചവിട്ട് പൊക്കോ. എടാ ജസ്റ്റ് മിസ് ഇട്ടറാ. ഇവിടത്തെ കാട്ടുവാസികൾക്ക് ഇംഗ്ലീഷ് അറിയട്ടറാ. ദേ കം ബാക്ക് എന്നൊക്കെ പറയണേ. ഇവിടത്തെ കാട്ടുവാസികൾ ഇംഗ്ലീഷൊക്കെ നമുക്കിവിടെ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും വായിക്കാൻ അറിയാൻ പാടില്ല. നമ്മുടെ ആരും കേട്ടോ പറഞ്ഞേ. ചില പിള്ളേർക്ക് മലയാളം എഴുതാനും പോലും വായിക്കാൻ അറിയാൻ പാടില്ല. ഇവിടെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം. എടാ ഇവിടെ ഈ വെള്ളത്തിൽ എന്തെങ്കിലും ഉണ്ടാവോ? ആ ഈ ജീവൻ പോണ സമയത്ത് വെള്ളത്തേക്കൂടെ പോയിട്ട് എന്തായി? അല്ല വെള്ളത്തേക്കൂടെ പോയാൽ എന്താ കുഴപ്പം? ഏതായാലും അവളുടെ വയറ്റിൽ കുത്തിക്കയറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അവളുടെ ബോധം പോയിരിക്കും തോന്നണം. അതിന് മുമ്പ് അവരുടെ ടീമേറ്റെ കണ്ടുപിടിച്ചാൽ ശരിയാവുള്ളൂ. ടീമേറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ അവളുടെ ഫ്രണ്ട്സില്ലേ കണ്ടുപിടിക്കണം. എല്ലാം കൂടി ഇളകി എൻ്റെ അതൊരു വീഴുമോ? നമ്മുടെ തീ ഇട്ട് പോയിട്ടാ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ടേ ഇവിടെ? ഇപ്പം എന്താ ചെയ്യണ്ടേ? എന്തോ പസിലാട്ടോ. ഇപ്പം എന്ത് ചെയ്യണ്ടേ മനസ്സിലാവണം എനിക്കൊന്നും. എടാ എനിക്കൊന്നും ഇവിടെ കത്തിക്കാനായിരിക്കും തോന്നുന്നു കേട്ടോ. ഇവിടെ കത്തിച്ച് നോക്കാം. ഇത് എവിടെയും കത്തിക്കാൻ പറ്റും. ഇവിടെയും കത്തിച്ച് നോക്കാം. രണ്ടിടത്തും കത്തിച്ചിട്ടാ മേളിട്ട് പോയത്. അപ്പം എനിക്ക് തോന്നുന്നു ഇനി എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണം പറ. ആ എനിക്ക് മനസ്സിലായി. ഇവിടെ കിടന്ന സാധനം താഴ്ട്ടില്ലേ? അതെന്തി അതുകൊണ്ടാ. അപ്പം അതൊക്കെ പൊക്കിക്കൊണ്ട് വരുമായിരിക്കും അത്. ആ വേസ്റ്റ് പോയിട്ട് പെട്ടികളൊക്കെ അട്ടി ഈ ഇതിനകത്ത് ഇടായിരിക്കും. ചാടറ മസ്റ്റ് അങ്ങോട്ട് ചാടി. അതിനകത്ത് ഇടുകയാണെങ്കിൽ സംഭവം എനിക്ക് മനസ്സിലായി. ആ അതിനകത്ത് ഇട്ട് എല്ലാം ഇട്. ചാടിപ്പോയില്ല പറഞ്ഞു. എടാ അപ്പം എനിക്ക് തോന്നണ ഇനി അടച്ചൊന്ന് ഉന്തുമ്പോൾ അടച്ചൊന്ന് ഉന്തിയാൽ ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും. അല്ല കത്തിച്ചിട്ട് ഉന്തിടന്നു തോന്നുന്നു. നമുക്ക് അങ്ങനെ പോകണ്ടേ? കത്തിച്ചിട്ട് ഉന്തിയാലേ ശരിയാവുള്ളൂ. കത്തിച്ച് ഉന്ത്. എടാ അപ്പം അതേ അവിടെ ബോംബൊക്കെ ഇരിക്കണ്ട. ആ ബോംബൊക്കെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ചിട്ട് അവിടെ വഴി വെപ്പണം. കണ്ടാ പറഞ്ഞില്ലേ നമ്മൾ ബുദ്ധിയുള്ള ആളാണ്. നമുക്ക് പോവുകയെന്ന്. ഇപ്പം എല്ലാം കൂടി ഇളകി നമ്മുടെ മേത്തോട്ട് വീട്ടാ. വേഗം നോക്കോ. ജീവൻ വേണമെങ്കിൽ വേണം നോക്കോ. വേഗം പോടാ. നടന്നു പോണേ. ഓടിക്കോ. എടാ ഇവിടെ അടഞ്ഞിട്ടാ. പണി കിട്ടിയടാ. ഇവിടെ എല്ലായിടത്തും അടയും കേട്ടോ മിക്കവാറും. അടഞ്ഞ് എടാ ഇവരെ കാല് മുറിയൊന്നും ഇല്ലടാ ഇങ്ങനെയൊക്കെ പോകുമ്പോ. ഓടിക്കോ. ഒരു കാല് മുറിയൊന്നും ഇല്ല കേട്ടോ. ചാടി. നമ്മുടെ ബോട്ടാണത്. ബോട്ടല്ലല്ല. ബോട്ടാണോ അറിയില്ല ഏട്ടാ. നമ്മുടെ ബോട്ടാ തോന്നുന്നു. നമ്മുടെ ബോട്ട് പക്ഷെ ഇങ്ങനെ നടന്നില്ല തോന്നുന്നു. അതാടാ ഈ പുള്ളിക്കാരെ വീണ്ടും വന്നടാ. ഈ പുള്ളിക്കാരൻ വല്ല കുഴപ്പമുണ്ടോ? കാട്ടുവാസി. അവൻ്റെ തല പൊളിഞ്ഞ്.
അവൻ്റെ തല പൊളിഞ്ഞ ഏതായാലും. എടാ വേഗം നോക്കോ, വേഗം നോക്കോ, വേഗം നോക്കോ. ചാടിക്കോ. എടാ തെന്നി പോണ്ട പിടിക്കടാ. ടോർച്ച് കിട്ടാ, ടോർച്ച് പിന്നെ എങ്ങനെ എടുക്കാം. പോ, ടോർച്ച് പിന്നെ എടുക്കാം. വേഗം നോക്കോ, വേഗം നോക്കോ. വേന്ന് എടാ ഇപ്പൊ കല്ല് നമ്മുടെ അകത്ത് വീണാനെ. വേന്ന് കയറി പോ. പോടാ. ഇവിടെ ജസ്റ്റ് വിസിറ്ററാ. ഏതാ ഭയങ്കര റിഫ്ലക്സ് ഉള്ള പെണ്ണാട്ടാ ഇവള്. വേഗം നോക്കോ. കയറും. എത്തി പുറത്തെത്തി. നമ്മൾ പുറത്തെത്തിട്ടാ. എടാ ഗുണാക്കി പോലെ ആയിരുന്നടാ. ചത്തുന്നല്ല, വയ്യാണ്ടായി കാണും. പിന്നെ ഇത്രയൊക്കെ ചെയ്തല്ലേ. എന്റെടാ ഭയങ്കര ത്രില്ലിങ് ആട്ടറാ ഗെയിം. എടാ ഇവിടെ കുറെ ആൾക്കാർ ചത്തണ്ടറ കണ്ട. ഇവിടെ മൊത്തം എയറോപ്ലെയിനും. എനിക്ക് തോന്നി കാട്ടുവാസിൽ ട്രാപ്പ് വെക്കണേ. അല്ലെങ്കിൽ നമ്മുടെ ട്രാപ്പ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ മഴ ചെയ്തിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ. പക്ഷെ ഇവിടെ തന്നെ കുറെ ആൾക്കാർ വീണുണ്ട് കണ്ട. ഗെയിമിൻ്റെ ഒരു ടോം റൈഡർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നാ. നമ്മുടെ ക്യാരക്ടറിൻ്റെ പേരെന്താവോ? ടോം എന്നായിരിക്കുമോ? ടോമോ? പെണ്ണുങ്ങളുടെ ഒരു ടോമോ? ഏയ് എന്താണ്ട് ഇനി ഇപ്പോഴായിട്ട് കുറച്ച് റിലാക്സ് ആയി നമ്മള്. അല്ലെങ്കിൽ കിടന്ന് ഓടുകയായിരുന്നു നമ്മള്. പക്ഷെ എന്റെടാ നമ്മുടെ ആൾക്കാരെ എവിടെയായിരിക്കും ഇനി? ഓ ലൈഫ് ബോട്ട് കിട്ടിട്ടോ അവിടെ. ലൈഫ് ബോട്ട് ഉണ്ടെങ്കിൽ ഇവിടെ അടുത്ത ആൾക്കാരുണ്ടാവണം തോന്നുന്നു. കാരണം വെച്ചാൽ ഇവിടെ അന്വേഷിച്ച് ഇങ്ങടായി വന്നിട്ടുണ്ടെങ്കിലോ. ഇവക്കല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉള്ളൂ കേട്ടാ. കണ്ട എന്നിട്ട് അഡ്വഞ്ചർ ഇത്. ഇവക്ക് അഡ്വഞ്ചർ ആണ് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതാ. ഇങ്ങോട്ടല്ലേ വന്നേ, ഇങ്ങോടെ പോയി. അവിടെ ഒടിയോടെ പൊടിയത്. പൊക്കോ നോക്കോ. ഓണ്ടി പോടാ. ഓ നേരെ പൊക്കോ. ചാടിക്കോ. എന്റെടാ ഇപ്പൊ ചത്തോണ്ടനെ ഒന്ന് പറയാല. ഒരു കാലം ഇനി പോയ നേരെ നിലത്തടക്കണേ. ചാടി കേറ്. ഇനിയിപ്പോ എങ്ങനെ പോണ്ടേ? നമുക്കിപ്പോ ഈ നമ്മുടെ ദേണ്ടാ അടി ഇവിടെ മൊത്തം ഷിപ്പും എയറോപ്ലെയിനൊക്കെ ആയിട്ടാണല്ലോ മൊത്തം നിറഞ്ഞാണ്. ഇനി ഹെലികോപ്റ്റർ കൂടി കണ്ടായി. ഇതിന്റെ മേളിട്ടെങ്കിലും പെടത്തായിരുന്നേക്കൂലേ. ചൂടാടാ ഇപ്പൊ കിടന്നേനെ നമ്മളെടുത്ത്. മേളിട്ട് കയറണേ ചാടി. എടാ എല്ലാം പൊളിഞ്ഞോണ്ടാ. എടാ ഇപ്പൊ പൊളിമേ നോക്കോ. പോയി നോക്കോ. ചാടി. എടാ ജസ്റ്റ് യൂസ്. വേ നോക്കോ. വീണ്. എടാ ഇവക്ക് നല്ല ലക്കുണ്ടോ. ഓടറാ. ഈ പെണ്ണ് വായ പൊളിച്ച് നിക്ക അവിടെ. എന്ത് ചെയ്യാനാ? ഈ അത്തികൂടെ പോണ തലയും കുത്തെങ്ങാലും വീണ മുമ്പി ചാടി വെക്കാനേ നാളെ താഴോട്ട്. വേണ്ട ചുമ്മാ എന്തിനാ. കേറാനൊക്കെ പറ്റും. മതിലൊക്കെ കയറാൻ പറ്റൂട്ടാ. ഇതേടാ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ടീമേറ്റ് തന്നെ ആയിരിക്കും വന്നേണേ. കാട്ടുവാസികൾക്ക് ഒന്നും ഉപയോഗിക്കാൻ വേണ്ടാവില്ല. ഇവക്ക് എന്തോ കിട്ടിട്ടാ. വല്ല ഫോണാണെങ്കിൽ രക്ഷപ്പെട്ട്. റേഡിയോ കിട്ടി. എന്തോ തിന്നാനുള്ള സാധനം കിട്ടി. ഫോണും കിട്ടി. ഫോൺ കിട്ടിട്ടാ. ഫോൺ കിട്ടിയതായാലും നമ്മൾ മിക്കവാറും രക്ഷപ്പെടാൻ വഴിയുണ്ട്.
ചാൻസ് ഇല്ലാതെയല്ല, ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടില്ല. എനിക്ക് അങ്ങനെ തോന്നണേ. നമുക്കെന്നാ ബാക്കിത്തെ എപ്പിസോഡ് നാളെ കണ്ടിന്യൂ ചെയ്താലോ? ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ശരി എന്നാ. അയ്യോ ശരി എന്നാ. നിങ്ങൾക്ക് ലൂറയോ ലൂറാന്നാണ് ക്യാറ്റിന് വരട്ടെ. ഞാൻ പറയാൻ പറഞ്ഞത് ലൂറേനെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.